എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കേരള സിലബസിൽ SCERT 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ സയൻസിൽ ഫസ്റ്റ് പാർട്ട് വീഡിയോയിലൂടെ നമ്മൾ മെഡീവൽ ഇന്ത്യ എന്താണ്, മധ്യകാല ഇന്ത്യയിൽ പ്രധാനപ്പെട്ട രണ്ട് രാജവംശങ്ങളെക്കുറിച്ച്, അതായത് മുഗൾ വംശത്തെക്കുറിച്ച്, വിജയനഗര സാമ്രാജ്യം, ഇതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ നിന്ന് നമ്മൾ മുഗൾ രാജവംശത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പ്രധാനപ്പെട്ട മുഗൾ റൂളേഴ്സ് ആരൊക്കെ ആയിരുന്നു എന്നും, അതുപോലെ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരുന്നു ആരെക്കുറിച്ച്, നമ്മൾ അക്ബറിനെ കുറിച്ച് മനസ്സിലാക്കിയത്. ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു രാജാവായിരുന്നു അല്ലേ. പിന്നെന്താണ്, നമ്മൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഇബാദത്ത് ഖാന, അദ്ദേഹം ഫത്തേപൂർ സിക്രിയിൽ അക്ബർ പണിയെഴുപ്പിച്ച ഇബാദത്ത് ഖാന, അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മുഗൾ ആർമിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നമ്മൾ മുഗൾ സൈന്യത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെന്ന് കമൻസിലൂടെ അറിയിക്കുക. കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മുഗൾ സൈന്യത്തെക്കുറിച്ച് നോക്കാം. നമ്മൾ മുഗളന്മാരുടെ സൈന്യത്തെക്കുറിച്ച് പറയുമ്പോഴും അവിടെയും നമുക്ക് ഏറ്റവും പ്രധാനി ആര് തന്നെയാണ്, നമ്മുടെ അക്ബർ തന്നെയാണ് അല്ലേ. നോക്കാം. ഡ്യൂറിങ് ദി മുഗൾ പീരിയഡ് a strong army was needed to expand the kingdom as well as to maintain the expanded kingdom. അതായത് ഡ്യൂറിങ് ദി മുഗൾ പീരിയഡ്, മുഗൾ കാലഘട്ടത്തിൽ എ സ്ട്രോങ് ആർമി വാസ് നീഡഡ്, ഒരു ശക്തമായിട്ടുള്ളൊരു സൈന്യം ആവശ്യമായി വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എക്സ്പാൻഡ് ദി കിങ്ഡം, അവരുടെ സാമ്രാജ്യത്തെ വിസ്തൃതമാക്കുന്നതിനും, അതുപോലെ തന്നെ ആസ് വെൽ ആസ് ടു മെയിൻറ്റെയിൻ ദി എക്സ്പാൻഡഡ് കിങ്ഡം, ആ വിസ്തൃതമാക്കപ്പെട്ട സാമ്രാജ്യത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിനും സുശക്തമായിട്ടുള്ളൊരു സൈന്യം ആവശ്യമായി വന്നു. നമുക്കറിയാം, നമ്മൾ മുമ്പുള്ള രാജഭരണ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഒരുപാട് നിങ്ങൾ 6ാം ക്ലാസ്സിൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള എന്ത് തന്നെയാണ്, ഒരു രാജ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം അതിൻ്റെ ആർമിയാണ്, സൈന്യമാണ്. കാരണം അവരുടെ രാജ്യത്തിനുണ്ടാകുന്ന ആക്രമണങ്ങളെ തടയണം. അതുപോലെ മറ്റു രാജ്യങ്ങളെ, ഒരു രാജാവിൻ്റെ, ധീരനായ രാജാവിൻ്റെ കടമ എന്താണ്? മറ്റു രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുക അല്ലേ, അതായത് കൂട്ടിച്ചേർക്കുക, സ്വന്തം സാമ്രാജ്യത്തോട് പടപൊരുതി കൂട്ടിച്ചേർക്കുക. അതിനൊക്കെ എന്ത് വേണം? നല്ലൊരു സൈന്യത്തെ ആവശ്യമായി വന്നു. ഇവിടെ അക്ബറിനും എന്താവശ്യമായിരുന്നു? നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സൈന്യം ആവശ്യമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം സാമ്രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ കൂടുതൽ സാമ്രാജ്യം വിപുലമാക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയല്ലോ. ഡ്യൂറിങ് ദി മുഗൾ പീരിയഡ് എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ദി കിങ്ഡം ആസ് വെൽ ആസ് ടു മെയിൻറ്റെയിൻ ദി എക്സ്പാൻഡഡ് കിങ്ഡം. മാൻസബ്ദാരി വാസ് ദി മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ ഫോർ ദിസ് പർപ്പസ്. ഇങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അക്ബർ നടപ്പിലാക്കിയ മിലിറ്ററി സിസ്റ്റമാണ്, സൈനിക സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥയാണ് ഏതെന്ന്, ആ സമ്പ്രദായമാണ് മാൻസബ്ദാരി സിസ്റ്റം. എന്താണെന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം, ഈ സമ്പ്രദായം അനുസരിച്ച് ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെൻറ്റ് അണ്ടർ ഹിം. ഓരോ ഓഫീസറും, സൈന്യത്തിലുള്ള ഓരോ ഓഫീസറും എന്ത് ചെയ്യണം? ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ കീഴിലൊരു സൈനിക വ്യൂഹം, ഒരു സൈന്യത്തിൻ്റെ കൂട്ടത്തെ പാർപ്പിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. ദി ടൈറ്റിൽ മാൻസബ്ദാരി സിസ്റ്റം, മാൻസബ് എന്ന് പറയുന്നത് എന്താണ്? റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് കാവൽറി ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. ഈ ഓരോ ഓഫീസർമാരും, ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ടുന്ന കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ്, കാവൽറി മീൻസ് കുതിരപ്പടയാളികൾ, അതിൻ്റെ എണ്ണത്തെയാണ് എന്തെന്ന്, ഏത് പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാൻസബ് എന്ന പദവി. അപ്പോൾ ഓർത്തോളണം, മാൻസബ്ദാരി സിസ്റ്റം അദ്ദേഹം ആർമിയിൽ നടപ്പിലാക്കിയതാണ്, സൈന്യത്തിൽ നടപ്പിലാക്കിയതാണ്. അതിലെ പദവിയാണ് മാൻസബ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഒരു നിശ്ചിത എണ്ണം കുതിരപ്പടയാളികളെ ഓരോ ഓഫീസർമാരും അല്ലെങ്കിൽ ഓരോ ഉദ്യോഗസ്ഥരും സൈന്യത്തിൽ നിലനിർത്തണം. മനസ്സിലായല്ലോ. The rank of the manisab was determined by the number of soldiers to be maintained. അപ്പോൾ എങ്ങനെയാണ് ഈ മാൻസബ് എന്ന പദവി അവർ നിലനിർത്തുന്ന സൈനികരുടെ എണ്ണത്തിനനുസരിച്ചാണ് ഈ പദവി നിശ്ചയിക്കപ്പെട്ടിരുന്നത്. മനസ്സിലായല്ലോ. ദി റാങ്ക് ഓഫ് ദി മാനിസബ് വാസ് ഡിറ്റർമൈൻഡ് ബൈ ദി നമ്പർ ഓഫ് സോൾജേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ്. ദിസ് സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ആസ് ആൻ അൾട്ടർനേറ്റീവ് ടു മെയിൻറ്റെയിൻ ആർമി പേയിങ് ഡിറക്റ്റ്ലി ഫ്രം ദി സ്റ്റേറ്റ് എക്സ്ചക്കർ. അങ്ങനെ സർക്കാരിൻ്റെ
ഖജനാവിൽ നിന്ന് അല്ലേ, സ്റ്റേറ്റ് എക്സ്ചക്കർ എന്ന് പറഞ്ഞാൽ സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം എന്ത് ചെയ്യുന്നത് നൽകിയാണ് സൈന്യത്തെ, അങ്ങനെ അവർക്ക് നേരിട്ട് സൈന്യത്തിനെ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യുന്നത്, സർക്കാർ ഖജനാവിൽ, സാധാരണ എല്ലാത്തിനും എന്താണ് ചെയ്യുന്ന, സർക്കാർ ഖജനാവിൽ നിന്നാണ് നേരിട്ട് പണം എടുക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്, സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമായിട്ടാണ് ഈ മാനിസബ്ദാരി സിസ്റ്റം നടപ്പിലാക്കിയത്. മനസ്സിലായല്ലോ. ദിസ് സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നടപ്പിലാക്കുക. ഇംപ്ലിമെൻറ്റഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു മെയിൻറ്റെയിൻ ആർമി പേയിങ് ഡിറക്റ്റ്ലി ഫ്രം ദി സ്റ്റേറ്റ് എക്സ്ചക്കർ. അവരുടെ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നും കാശെടുത്ത് ചിലവാക്കുന്നതിനേക്കാളും അങ്ങനെ ഒരു നേരിട്ട് പണം കൊടുക്കാതെ നിലനിർത്തുക എന്നുള്ളതായിരുന്നു ഈ സിസ്റ്റത്തിൻ്റെ ലക്ഷ്യം. മാനിസബ്ദാസ് വെയർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദെയർ റാങ്ക്സ്. റാങ്ക് എന്ന് പറയുമ്പോൾ പദവി എന്നാണ് ഇവിടെ. അപ്പോൾ അവരുടെ മാനിസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് എന്ത് കൊടുക്കുമായിരുന്നു, ഭൂമി എന്ത് കൊടുക്കുമായിരുന്നു, അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദെയർ റാങ്ക്സ്, ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അവരുടെ പദവി അനുസരിച്ച് അവർക്ക് ഭൂമി പതിച്ചു നൽകുമായിരുന്നു. ദി മാനിസബ്ദാർ മെയിൻറ്റെയിൻ ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ലാൻഡ് അലോട്ടഡ് ടു ദം. അങ്ങനെ അവർക്ക് ലഭിക്കുന്ന ഭൂമിയുണ്ടല്ലോ, അവർക്ക് പതിച്ചു നൽകുന്ന ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് ഇവർ അവരുടെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. മനസ്സിലായല്ലോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സർക്കാർ ഖജനാവിൽ നിന്നല്ല ഇതിനുള്ള കാശ് എടുത്തിരുന്നതെന്ന്. പിന്നെ എവിടെ നിന്നാണ് മാനിസബ്ദാർമാർക്ക് ഈ കാശ് കിട്ടിയിരുന്നത്? അവർക്ക് അവരുടെ റാങ്കിനനുസരിച്ച് എന്ത് നൽകിയിരുന്നു, ഭൂമി പതിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഈ പതിച്ചു കൊടുക്കപ്പെട്ട ഭൂമിയിൽ നിന്നുള്ള നികുതി, കർഷകരിൽ നിന്ന് എന്ത് പിരിക്കുമായിരുന്നു, നികുതി, ടാക്സ്. ആ ടാക്സിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഇവർ ഈ സൈന്യത്തെ നിലനിർത്തി പോരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ദി മാനിസബ്ദാർ മെയിൻറ്റെയിൻഡ് ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ലാൻഡ് അലോട്ടഡ് ടു ദം. അവർക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നും നികുതി പിരിക്കുക. ദി സപ്പോർട്ട് ഓഫ് ദി നോബിൾസ് ആൻഡ് ദി മിലിറ്ററി വാസ് നെസസറി ടു ക്യാരി ഫോർവേഡ് ദി റെജിം സ്ട്രോങ്ലി. അങ്ങനെ ആരുടെയൊക്കെ സഹായം ഉണ്ടായിരുന്നു, ഈ ഭരണം ഇങ്ങനെ ഈ രീതിയിൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ദി സപ്പോർട്ട് ഓഫ് നോബിൾസ്. നോബിൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നല്ല പദവിയിൽ ജീവിക്കുന്നവരുണ്ടല്ലോ, അതായത് പ്രഭുക്കന്മാരെന്നൊക്കെ നമുക്ക് പറയാം, അവരുടെയും സപ്പോർട്ട് ഇവർക്കുണ്ടായിരുന്നു. സപ്പോർട്ട് ഓഫ് ദി നോബിൾസ് ആൻഡ് ദി മിലിറ്ററി വാസ് നെസസറി ടു ക്യാരി ഫോർവേഡ് ദി റെജിം സ്ട്രോങ്ലി. അങ്ങനെ അവരുടെയൊക്കെ ഈ പ്രമുഖരുടെയും അതുപോലെ തന്നെ സൈന്യരുടെയൊക്കെ പിന്തുണ ആവശ്യമായിട്ട് വന്നു. ആ പിന്തുണയോടുകൂടിയാണ് മുന്നോട്ട് പോയിരുന്നത്. മാൻസബ്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സിസ്റ്റം നടപ്പിലാക്കി. ഒന്നുകൂടി പറഞ്ഞു തരാം. മുഗൾ കാലഘട്ടത്തിൽ അവരുടെ രാജ്യം വിപുലമാക്കുന്നതിനും വിപുലമായിട്ടുള്ള സാമ്രാജ്യത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനും ശക്തമായിട്ടുള്ളൊരു സൈന്യം ആവശ്യമായി വന്നു. അതിനുവേണ്ടി അക്ബർ കണ്ടെത്തിയതാണ് മാൻസബ്ദാരി സിസ്റ്റം. ഈ മാൻസബ്ദാരി സിസ്റ്റം അനുസരിച്ച് എന്താണ്, സൈന്യത്തിലെ ഓഫീസർമാർ ഒരു സൈനിക വ്യൂഹത്തെ എന്ത് ചെയ്യണം, അവരുടെ കീഴിൽ പാർപ്പിക്കണം. ഈ ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തുന്ന കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് എന്തെന്ന് പറയുക, മാൻസബ് എന്ന പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവർ ആ എണ്ണത്തിനനുസരിച്ച് ആണ് പദവി നിശ്ചയിക്കുന്നത് അവരുടെ. അങ്ങനെ ഇവർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം ലഭിച്ചിരുന്നില്ല. പിന്നെ എവിടെ നിന്നായിരുന്നു, ഈ പദവി അനുസരിച്ച് ഇവർക്ക് ലാൻഡ് പതിച്ചു കൊടുക്കപ്പെട്ടിരുന്നു, ഭൂമി. ഈ ഭൂമിയിൽ നിന്നും റവന്യൂ പിരിച്ചിട്ടാണ് ഇവർ സൈന്യത്തെ സൈന്യത്തെ നിലനിർത്തി പോന്നിരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് പേജ് നോക്കാം. ഓർഗനൈസ് എ ഡിസ്കഷൻ ഓൺ മാൻസബ്ദാരി സിസ്റ്റം ഓഫ് ദി മുഗൾസ്. മുഗളന്മാരുടെ മാൻസബ്ദാരി സിസ്റ്റത്തെക്കുറിച്ച് ക്ലാസ്സിലൊരു ചർച്ച സംഘടിപ്പിക്കാനാണ് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദി മുഗൾ അഡ്മിനിസ്ട്രേഷൻ മീൻസ് ഭരണം. മുഗളന്മാരുടെ ഭരണം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ലെറ്റ് us see the measures adopted for administrative convenience during the മുഗൾ പീരീഡ്. അപ്പോൾ ഈ മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായിട്ട് സ്വീകരിച്ചിരുന്ന ഒരു ക്രമീകരണം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. നോക്കി, ഒരു പിരമിഡ് പോലെ, അതായത് മുഗൾ രാജ്യത്തെ എങ്ങനെയൊക്കെ നോക്കാം. അവിടെ കുറേ പേരുകൾ തന്നിട്ടുണ്ട്. സുബ, സർക്കാർ, പർഗാന, ഗ്രാമ. ഓക്കെ, സുബ, സർക്കാർ, പർഗാന,
ഗ്രാമം. എത്ര തട്ടുകളായിട്ടാണ് സമൂഹത്തെ വിഭജിച്ചിരുന്നത്? 4 തട്ടുകളായിട്ട് വിഭജിച്ചിരുന്നു. സുബ, ഏറ്റവും മുകളിൽ ഏതായിരുന്നു? സുബ. രണ്ടാമതായിട്ട് തൊട്ടു താഴെ സർക്കാർ, പിന്നെ പർഗാന, പിന്നെ ഗ്രാമ. എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. നമ്മൾ ഇവരുടെ ഭരണത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേർതിരിച്ചിരുന്നതെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇറ്റ് വാസ് ഡ്യൂറിങ് അക്ബേഴ്സ് റെജിം ഇൻ മുഗൾ റൂൾ വാസ് സച്ച് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ, അതായത് സ്ട്രക്ചർ വാസ് എഫക്റ്റീവ്ലി ഫോംഡ്. ഇറ്റ് വാസ് ഡ്യൂറിങ് അക്ബേഴ്സ് റെജിം. ആരുടെ ഭരണത്തിലാണ്? അക്ബറിൻ്റെ കാലഘട്ടത്താണ് മുഗൾ റൂൾ ദാറ്റ് സച്ച് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, ഒരു ഭരണക്രമം അല്ലെങ്കിൽ ഒരു ഓർഡർ എന്ന് പറയുമ്പോൾ ക്രമം, സ്ട്രക്ചർ ഘടന, ഒരു ഭരണക്രമം അല്ലെങ്കിൽ ഘടന നല്ല എഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് ഫോം ചെയ്യുകയുണ്ടായി. മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ് നല്ലൊരു ഭരണഘടന രൂപപ്പെട്ടത്. മനസ്സിലായല്ലോ. ദി എംപറർ വാസ് ദി സോവറിൻ അതോറിറ്റി ഓഫ് ദി കൺട്രി, ദി കമാൻഡർ ഇൻ ചീഫ്, ദി ലോ മേക്കർ ആൻഡ് ദി സുപ്രീം ജഡ്ജി. എംപറർ എന്ന് പറഞ്ഞാൽ ആരാണ്? രാജാവ്. എംപറർ ചക്രവർത്തി അല്ലെങ്കിൽ രാജാവ് വാസ് ദി സോവറിൻ അതോറിറ്റി ഓഫ് ദി കൺട്രി. രാജ്യത്തിൻ്റെ പരമാധികാരി എന്ന് നമ്മൾ പറയുന്നതാണ് സോവറിൻ അതോറിറ്റി ഓഫ് ദി കൺട്രി. അപ്പോൾ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അധികാരിയും അതുപോലെ ദി കമാൻഡർ ഇൻ ചീഫ് ആരുമായിരുന്നു? സർവ്വസൈന്യാധിപനും. ദി ലോ മേക്കർ നിയമനിർമ്മാതാവ് ആൻഡ് ദി സുപ്രീം ജഡ്ജ് അന്തിമ ന്യായാധിപൻ. ഇതെല്ലാം ആര് തന്നെയായിരുന്നു? അക്ബർ തന്നെയായിരുന്നു. അക്ബറിൻ്റെ കാലഘട്ടത്തിൽ രാജാവ് തന്നെയായിരുന്നു രാജ്യത്തിൻ്റെ പരമാധികാരി, സർവ്വസൈന്യാധിപൻ, നിയമനിർമ്മാതാവ്, അന്തിമമായിട്ട് വിധി കൽപ്പിക്കുന്ന ആൾ. ഇതെല്ലാം രാജാവ് തന്നെയായിരുന്നു. During the Mughal period, there was no separate courts for the administration of justice as today. അപ്പോൾ ഈ ഡ്യൂറിങ് ദി മുഗൾ പീരിയഡ്, മുഗൾ കാലഘട്ടത്തിൽ there were no separate courts for the administration ഓഫ് ജസ്റ്റിസസ് ടുഡേ. ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികളൊന്നും അന്നുണ്ടായിരുന്നില്ല. എന്തിനു വേണ്ടിയിട്ട്? നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക കോടതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്തായിരുന്നു? ഇൻസ്റ്റഡ് ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ്, അത് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, കാസി, ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ്. എന്ത് ചെയ്യുമായിരുന്നു നോക്കിയോ? ഇൻസ്റ്റഡ് ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ്, അതായത് ലോക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ ദേശത്തുമുള്ള തദ്ദേശീയരായിട്ടുള്ള ഓരോ സ്ഥലത്തുമുള്ള നമ്മളെപ്പോലെ നമ്മൾ തദ്ദേശീയരാണെന്ന് പറയില്ലേ, ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്ന അങ്ങനെ ഒരു തദ്ദേശീയരായിട്ടുള്ള മതപണ്ഡിതന്മാർ, അവരെ അറിയപ്പെട്ടിരുന്ന പേര് ഖാസികൾ എന്നായിരുന്നു. ഖാസിമാരാണ് തർക്കങ്ങളിൽ അന്വേഷണമൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യുക? തീർപ്പ് കൽപ്പിച്ചിരുന്നത്. മനസ്സിലായല്ലോ. ദോസ് ഹൂ വെയർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദി ഡിസിഷൻ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു കംപ്ലൈൻറ്റ് ഡിറക്റ്റ്ലി ടു ദി എംപറർ. അങ്ങനെ ദോസ് ഹൂ വെയർ ഡിസാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ അതൃപ്തി ഉണ്ടായാൽ, ഈ തീരുമാനത്തിൽ അതൃപ്തി ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ആരോട്? രാജാവിനോട് നേരിട്ട് കംപ്ലൈൻറ്റ്. എംപറർ എന്ന് പറയുമ്പോൾ രാജാവ്, ചക്രവർത്തിയോട് നേരിട്ട്, ഭരണാധികാരിയോട് നേരിട്ട് പോയി എന്ത് ചെയ്യാം? കംപ്ലൈൻറ്റ് രേഖപ്പെടുത്താം, പരാതി പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. Ministers and heads of departments was appointed to advise the king on administrative matters. Administrative matter എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ രാജാവിന് അഡ്വൈസ് കൊടുക്കുന്നതിന് വേണ്ടി, ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മിനിസ്റ്റേഴ്സ്, മന്ത്രിമാരും അതുപോലെ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, മന്ത്രിമാരും അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള വകുപ്പ് അധ്യക്ഷന്മാർ, ഇവരൊക്കെ എന്തെങ്കിലും തരത്തിൽ ഉപദേശം ആവശ്യമായിട്ട് വരുന്നു എങ്കിൽ ഉപദേശം കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു REGIME എന്നുള്ളൊരു വേർഡ്, അത് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? റെഷീം എന്നാണ്, ഭരണക്രമം എന്നുള്ളതാണ്. അതായത് നമ്മളിതിൽ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഇറ്റ് വാസ് ഡ്യൂറിങ് അക്ബേഴ്സ് റെജീം അല്ല, അക്ബേഴ്സ് റെജീം എന്നാണ് നമ്മൾ, റഷീം എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു ഇമേജ്. എന്താണ്? എംപറർ അക്ബർ ഹിയറിംഗ് ദി ഗ്രീവിയൻസസ് ഓഫ് ദി പീപ്പിൾ ഇൻ ദി ദിവാനി ഖാസ്. അതായത് അവിടെ ദിവാനി ഖാസ് കണ്ടല്ലോ, അവിടെ ഒരു സദസ്സ് കാണിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് അക്ബർ എന്നുള്ള ഭരണാധികാരി ജനങ്ങളുടെ പരാതി കേൾക്കുന്നത് എന്നാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പരാതിയിൽ എന്തെങ്കിലും
തീർപ്പ് കൽപ്പിക്കാനുണ്ടെങ്കിൽ രാജാവിനെ നേരിട്ട് സമീപിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പരാതി കേൾക്കുന്ന ഒരു ഇമേജാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കൊള്ളാമല്ലേ, സൂപ്പറായിട്ടുണ്ട്. ഇനി സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, അവരുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് നോക്കാം. European travelers and traders who visited India at that time recorded about the society during the Mughal rule. മുഗൾ ഭരണകാലത്തെ സൊസൈറ്റിയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് ആ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാവിവരണങ്ങൾ അല്ലെങ്കിൽ യാത്രാവിവരണങ്ങളിൽ അതിനെക്കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ ട്രാവലേഴ്സ് ആൻഡ് ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് ആരാണ്? കച്ചവടക്കാർ. ട്രാവലേഴ്സ് സഞ്ചാരികൾ. യൂറോപ്യൻ സഞ്ചാരികളും കച്ചവടക്കാരും ഹൂ വിസിറ്റഡ് ഇന്ത്യ സന്ദർശിച്ച ഈ പറഞ്ഞവർ അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത് റെക്കോർഡഡ് എബൌട്ട് ദി സൊസൈറ്റി ഡ്യൂറിങ് ദി മുഗൾ റൂൾ. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് നമ്മുടെ ഈ മുഗൾ രാജവംശത്തിൽ ആ സമയത്തുള്ള ജീവിത രീതി എങ്ങനെയുള്ളതായിരുന്നു? ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതി ആണ് നിലനിന്നിരുന്നത്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് സമൂഹത്തെ എന്തായിട്ട് തട്ടുകളായിട്ട് വിഭജിക്കുക. ഏറ്റവും മുകളിൽ രാജാവ്, പിന്നെ പ്രഭുക്കന്മാർ, പിന്നെ സാധാരണക്കാരായിട്ടുള്ളവർ, അങ്ങനെ ഒരു വ്യവസ്ഥിതിയാണ് ഫ്യൂഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? പ്രഭുത്വ മേൽക്കോയ്മ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു രീതിയാണ് നിലനിന്നിരുന്നത്. ഓക്കെ. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറൻറ്റ് സ്ട്രാറ്റ. സ്ട്രാറ്റ മീൻസ് നമ്മൾ ഓരോ തട്ടുകളായിട്ട് വിഭജിച്ചു എന്ന് പറയില്ല. സമൂഹത്തെ പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. അപ്പോൾ സമൂഹത്തെ പല തട്ടുകളായിട്ട്, ഫ്യൂഡൽ വ്യവസ്ഥിതിയായിരുന്നു, സമൂഹത്തെ പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. നെക്സ്റ്റ് പേജ് നോക്കാം. നമ്മൾ പഠിക്കുന്നത് അവരുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയാണ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. നെക്സ്റ്റ് പേജിൽ ദി കോമൺ മാൻ വാസ് അറ്റ് ദി ബോട്ടം ഓഫ് സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദി ടോപ്പ്. സ്വാഭാവികം അല്ലേ? രാജാവ് ഏറ്റവും മുകളിൽ, സൊസൈറ്റിയുടെ ഏറ്റവും മുകളിൽ, സമൂഹത്തിൻ്റെ ഏറ്റവും മുകളിൽ രാജാവും, കോമൺ മാൻ സാധാരണക്കാർ, നമ്മളെയൊക്കെ പോലെയുള്ള സാധാരണക്കാർ എവിടെയായിരുന്നു? ബോട്ടം എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ, അടിത്തട്ടിൽ സാധാരണക്കാരും ആയിരുന്നു. ദി കോമൺ മാൻ വാസ് ദി ബോട്ടം ഓഫ് സൊസൈറ്റി വിത്ത് ദി കിങ് അറ്റ് ദി ടോപ്പ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ ഡിപ്പെൻഡഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത നിലവാരം. ജനങ്ങളുടെ ജീവിത നിലവാരം അവരുടെ എന്തിനെ ആശ്രയിച്ച്? നമ്മുടെ ജീവിത നിലവാരം നമ്മൾ എന്തിനെ ആയിരിക്കും ആശ്രയിക്കുന്നത്? ഇപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത നിലവാരം എന്ന് പറയുന്നത് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ വരുമാനമാണല്ലേ? നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വരുമാനം, പാരൻസിൻ്റെ വരുമാനം അനുസരിച്ചാണ് നമ്മുടെ ജീവിത രീതി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി മുന്നോട്ട് പോയിരുന്നത് അവരുടെ വേജസ് ആൻഡ് ഇൻകം, അവരുടെ വേതനവും, വേജസ് എന്ന് പറയുമ്പോൾ ശമ്പളമാണ്, വേതനം, അതുപോലെ ഇൻകം അവരുടെ വരുമാനം, രണ്ടും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദി കോമൺ മാൻ വാസ് അറ്റ് ദി ബോട്ടം ഓഫ് സൊസൈറ്റി വിത്ത് ദി കിങ് അറ്റ് ദി ടോപ്പ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ ഡിപ്പെൻഡഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെയർ ഫാമേഴ്സ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും, രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ആരായിരുന്നു? കർഷകരായിരുന്നു. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമോങ് ദം. അവർക്കിടയിൽ എന്തുണ്ടായിരുന്നു? ജാതി സമ്പ്രദായം, ജാതി വ്യവസ്ഥയുണ്ടായിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. ഓരോ ജാതിക്കാർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. കസ്റ്റംസ് ആചാരം, റിച്വൽസ്, അതുപോലെ അനുഷ്ഠാനങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ഓരോ ജാതിക്കാർക്കും ഉണ്ടായിരുന്നു. Tavernier, a French traveler who visited India during the Mughal period, recorded the social conditions and lifestyle of the people at that time. ആ സമയത്ത്, മുഗൾ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി, അദ്ദേഹത്തിൻ്റെ പേര് ടവർണിയർ എന്നായിരുന്നു. അദ്ദേഹം അന്നത്തെ സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച്, സാമൂഹ്യ പദവിയെക്കുറിച്ച്, അതുപോലെ ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, അവരുടെ കണ്ടീഷൻസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആരാണ്? ഫ്രഞ്ച് ട്രാവലറായിട്ടുള്ള ടവർണിയർ. ഫ്രഞ്ച് യാത്രക്കാരനല്ല, ഫ്രഞ്ച് സഞ്ചാരിയായിട്ടുള്ള ടവർണിയർ. ഓക്കെ. There existed wide differences in the way of life, food habits and clothing of people from place to place.
പക്ഷേ ഒരു പ്രത്യേകത, അവിടെ ഓരോ സ്ഥലത്തെയും പ്ലേസ് ടു പ്ലേസ് ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, ജീവിത രീതി, അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ഭക്ഷണ രീതി, അതുപോലെ തന്നെ വേറെ എന്തുകൂടിയുണ്ട്, ക്ലോത്തിങ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ വസ്ത്രധാരണ രീതി, ഇവയെല്ലാം വളരെയധികം വ്യത്യസ്തമായിരുന്നു. വൈഡ് ഡിഫറൻസസ് ഇൻ ദി വേ ഓഫ് ലൈഫ്, ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ക്ലോത്തിങ് ഓഫ് പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഓരോ സ്ഥലത്തും ഇവരുടെ ജീവിത രീതിയിലും വ്യത്യാസമുണ്ടായിരുന്നു. ബാബർ in his memories recorded the labor system and caste system prevalent in India during those days. ആ സമയത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ഒക്കെ ആര് രേഖപ്പെടുത്തിയിട്ടുണ്ട്? അക്ബറല്ല, ബാബർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബാബർ ഇൻ ഹിസ് മെമ്മറീസ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ റെക്കോർഡഡ് ദി ലേബർ സിസ്റ്റം, അന്നത്തെ തൊഴിൽ സിസ്റ്റത്തെക്കുറിച്ചും അതുപോലെ തന്നെ എന്താണ് കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ചുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് സമൂഹത്തെ തട്ടുകളായിട്ട്, സ്ട്രാറ്റകളായിട്ട് വിഭജിച്ചിരുന്നു. അതിലേറ്റവും മുകളിൽ രാജാവും ഏറ്റവും അടിത്തട്ടിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് അവരുടെ വേതനത്തെയും അതുപോലെ വരുമാനത്തെയും ഒക്കെ ആശ്രയിച്ചായിരുന്നു. ജനങ്ങളിൽ കൂടുതലും ആരായിരുന്നു? കൃഷിക്കാരായിരുന്നു. അവർക്കിടയിൽ നല്ല രീതിയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. അതുപോലെ ഓരോ ജാതിയിൽപ്പെട്ടവർക്കിടയിലും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു ഫ്രഞ്ച് സഞ്ചാരിയാണ് ആരെന്ന് പറഞ്ഞ ടാവർണിയർ. അദ്ദേഹം അന്നത്തെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്തായിരുന്നു? മുഗളന്മാരുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതിയും ഭക്ഷണവും വസ്ത്രധാരണ രീതിയും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ നിറഞ്ഞതായിരുന്നു. അതിനെക്കുറിച്ച് ആര് രേഖപ്പെടുത്തിയിട്ടുണ്ട്? ബാബർ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ആ കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ഒക്കെ വളരെ ക്ലിയറായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നോക്കിയേ അവിടെ എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. ആഗ്ര ആൻഡ് ഫത്തേപൂർ സിക്രി വെയർ ലാർജർ ദാൻ ദി സിറ്റി ഓഫ് ലണ്ടൻ ആൻഡ് വാസ് ഓൾവേസ് ബസ്ലിംഗ് വിത്ത് പീപ്പിൾ. അതായത് ആഗ്രയും ഫത്തേപൂർ സിക്രി അല്ലെ, അക്ബറിൻ്റെ കേന്ദ്രമായിട്ട് അദ്ദേഹം, അതായത് തലസ്ഥാനമായിട്ട് കണക്കാക്കിയിരുന്ന ഫത്തേപൂർ സിക്രി, അതും ആഗ്രയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും അതുപോലെ ജനനിബിഡവുമായിരുന്നു. ബസ്ലിംഗ് വിത്ത് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞതുമായിരുന്നു. ദി 12-mile distance between these cities were filled with the market selling food and other items all along the way. അതായത് അവിടെ ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീളെ എന്തുണ്ടായിരുന്നു? അതായത് നിറയെ ഭക്ഷ്യവസ്തുക്കളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന അങ്ങാടികൾ, മാർക്കറ്റ് അല്ലേ, കമ്പോളം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പം എത്ര നല്ല ഒരു ഭരണ രീതിയായിരുന്നു മുഗളന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഗ്ര ആൻഡ് ഫത്തേപൂർ സിക്രി വെയർ ലാർജർ ദാൻ ദി സിറ്റി ഓഫ് ലണ്ടൻ, ലണ്ടൻ നഗരത്തെക്കാളും വലുതും വാസ് ഓൾവേസ് ബസ്റ്റിംഗ് വിത്ത് പീപ്പിൾ, ജനനിബിഡവുമായിരുന്നു. ദി 12-mile ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് സിറ്റീസ്, ആഗ്രയും ഫത്തേപൂർ സിക്രിയും തമ്മിൽ 12 മൈൽ വ്യത്യാസം, അത്രയും ദൂരം ഉണ്ട്. പക്ഷേ ഈ ദൂരം അത്രയും എന്താണ് പ്രത്യേകത? വെയർ ഫിൽഡ് വിത്ത് ദി മാർക്കറ്റ് സെല്ലിംഗ് ഫുഡ് ആൻഡ് അതർ ഐറ്റംസ് ഓൾ അലോങ് ദി വേ. ഈ വഴിനീളെ ഒരു എന്തുണ്ടായിരുന്നു? ഇങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു വിൽപ്പനയ്ക്ക്. നെക്സ്റ്റ് നോക്കാം. Above is the description of two cities in India by Ralph Fitch, the Englishman who visited India during the Mughal period. മുഗൾ കാലഘട്ടത്തിലെ നമ്മുടെ രാജ്യം സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് നമ്മുടെ ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, മുകളിൽ പറഞ്ഞത്. ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ you can understand the economic progress we had achieved during the Mughal rule. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ അച്ചീവ് ചെയ്തത്, നേടിയത് എന്താണ്? മുഗൾ ഭരണകാലത്ത് നമ്മൾ എത്രത്തോളം സാമ്പത്തിക പുരോഗതി, എക്കണോമിക് പ്രോഗ്രസ് അച്ചീവ് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് ഈ വിവരണം
സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല എത്ര നല്ല ജീവിത രീതിയായിരുന്നു അല്ലേ ആ സമയത്തുണ്ടായിരുന്നത്. അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കാർഷിക പുരോഗതി അല്ലെങ്കിൽ നേട്ടങ്ങൾ. അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സ് വെയർ ദി ബേസിസ് ഫോർ ദിസ് എക്കണോമിക് പ്രോഗ്രസ്. അങ്ങനെ ഈ സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം എന്തായിരുന്നു? കാർഷിക രംഗത്തുണ്ടായിരുന്ന അച്ചീവ്മെൻറ്റ്സ്, അവിടെ നേടിയ അച്ചീവ്മെൻറ്റ്സ് തന്നെയായിരുന്നു. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് വെയർ ദി മേജർ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഓഫ് ദി ടൈം. ആ സമയത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിളകൾ, അവരുടെ കാർഷിക രംഗത്ത് അവർ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത് അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? റൈസ് നെല്ല്, ബാർലി ഗോതമ്പ്, വീറ്റ് ഗോതമ്പ്, പിന്നെ ബാർലി, ഷുഗർ കെയിൻ കരിമ്പ്, പിന്നെ കോട്ടൺ പരുത്തി, പിന്നെ ഓയിൽ സീഡ്സ് അഥവാ എണ്ണക്കുരുക്കൾ. ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഫുഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ്. Abul Fasal in his book Aini Akbari recorded that Indians cultivated different varieties of rice. അപ്പോൾ അബുൾ ഫസൽ അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ഐനി അക്ബരി. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഐനി അക്ബരി ആര് എഴുതിയതാണ്? അബുൾ ഫസൽ. അബുൾ ഫസൽ അദ്ദേഹത്തിൻ്റെ ഐനി അക്ബരിയിൽ നമ്മുടെ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻസ് കൾട്ടിവേറ്റഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ്, പലതരത്തിലുള്ള നെല്ലുകൾ അല്ലേ അത് കൃഷി ചെയ്തിരുന്നു. ദി ഫാർമർ വാസ് നോട്ട് എവിക്റ്റഡ് ഫ്രോം ദി ലാൻഡ് ആസ് ലോങ് ആസ് ഹി പേഡ് ടാക്സ്. അതായത് ഈ കർഷകർ ഇവർ നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും എന്ത് ചെയ്തിരുന്നില്ല? പറഞ്ഞു വിട്ടിരുന്നില്ല, ഒഴിപ്പിച്ചിരുന്നില്ല. ദി ഫാർമർ വാസ് നോട്ട് എവിക്റ്റഡ് ഫ്രം ദി, എവിക്റ്റ് ആയിരുന്നില്ല. എവിക്റ്റ് നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് അല്ലേ, ആ ഒരു വേർഡ് എവിക്റ്റായി എന്നുള്ളത്. അപ്പോൾ അവരെ എവിക്റ്റ് ചെയ്തിരുന്നില്ല, ഒഴിവാക്കിയിരുന്നില്ല അല്ലെങ്കിൽ ഒഴിപ്പിച്ചിരുന്നില്ല. ഫ്രം ദി ലാൻഡ് ആസ് ലോങ് ആസ് ഹി പേഡ് ടാക്സ്. അവർ നികുതി കൊടുക്കുന്നിടത്തോളം കാലം അവരുടെ കൃഷിഭൂമിയിൽ നിന്ന് അവരെ ഒഴിവാക്കിയിരുന്നില്ല. ദി യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ് എൻറിച്ചഡ് ദി അഗ്രികൾച്ചറൽ സെക്ടർ ഡ്യൂറിങ് ദി മുഗൾ പീരീഡ്. അങ്ങനെ മുഗൾ കാലഘട്ടത്ത് സാങ്കേതിക വിദ്യ, യൂസ് ഓഫ് ടെക്നോളജി എന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യയുടെയും അതുപോലെ തന്നെ ന്യൂ ടൂൾസ്, പുതിയ തരം ഉപകരണങ്ങളുടെയും ഉപയോഗം എന്ത് ചെയ്യുന്നു? കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. എൻറിച്ചഡ് എന്ന് പറഞ്ഞാൽ പുഷ്ടിപ്പെടുത്തുക, അതിനെ നന്നായിട്ട് കൊണ്ടുവരിക. എൻറിച്ചഡ് ദി അഗ്രികൾച്ചറൽ സെക്ടർ ഡ്യൂറിങ് ദി മുഗൾ പീരീഡ്. ദി പേർഷ്യൻ വീൽ ആൻഡ് കനാൽസ് വെയർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. ഇറിഗേഷൻ മീൻസ് എന്താണ്? ജലസേചനം. അപ്പോൾ പേർഷ്യൻ വീല് ആ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. തൊട്ടടുത്ത പേജിൽ നമുക്ക് ആ പേർഷ്യൻ വീലിൻ്റെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. അതായത് കർഷകർ വയലിലേക്ക് വെള്ളം തേവുന്നതിന് ഉപയോഗിച്ചിരുന്ന രീതിയാണ്. നിങ്ങളിത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി അതിൻ്റെ രീതി കണ്ട് മനസ്സിലാക്കണം. നല്ല രസമാണ് നമ്മൾ ഈ പേർഷ്യൻ വീലിൻ്റെ പ്രവർത്തനം കാണാനായിട്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി പേർഷ്യൻ വീലെന്ന്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എന്തിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പേർഷ്യൻ ചക്രവും അല്ലെങ്കിൽ പേർഷ്യൻ വീലും കനാലുകളും ഇറിഗേഷന് വേണ്ടി, ജലസേചനത്തിന് വേണ്ടി യൂസ് ചെയ്തിരുന്നു. അബുൾ ഫസലിനെ കുറിച്ച് പറയുന്നുണ്ട്, താഴെ നമുക്ക് നോക്കാം. അബുൾ ഫസൽ വാസ് ദി മോസ്റ്റ് പ്രൊമിനൻറ്റ് ഹിസ്റ്റോറിയൻ ഡ്യൂറിങ് ദി മുഗൾ എറ. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ. ഹി വാസ് അക്ബേഴ്സ് അഡ്വൈസർ ആൻഡ് ബയോഗ്രഫർ. അദ്ദേഹം അക്ബറിൻ്റെ ഉപദേശകൻ, അഡ്വൈസറും അതുപോലെ ബയോഗ്രഫർ മീൻസ് ജീവചരിത്രകാരനും ആയിരുന്നു. അക്ബറിൻ്റെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ വ്യക്തി ജീവചരിത്രകാരനുമായിരുന്നു. ഹി ഈസ് ദ ഓഥർ ഓഫ് ദി ബുക്സ് ഐനി അക്ബരി ആൻഡ് അക്ബർനാമ. അദ്ദേഹം എഴുതിയ 2 ബുക്കുകളാണ് അക്ബറിനെ കുറിച്ച്, ഐനി അക്ബരി, അക്ബർനാമ. അപ്പോൾ ആരാണ് അബുൾ ഫസൽ എന്ന് ചോദിച്ചാൽ മുഗൾ ഭരണകാലത്തെ ഏറ്റവും മുഖ്യനായിട്ടുള്ള ഒരു ചരിത്രകാരനായിരുന്നു, ഹിസ്റ്റോറിയനായിരുന്നു. അദ്ദേഹം അക്ബറിൻ്റെ ഉപദേശകനും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 കൃതികളാണ് ഐനി അക്ബരി ആൻഡ് അക്ബർനാമ. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു ഇമേജ് ഉണ്ട്, പേർഷ്യൻ വീലിൻ്റെ ഇമേജാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ ഗൂഗിളിൽ നിങ്ങളത് സെർച്ച് ചെയ്ത് ആ പേർഷ്യൻ വീലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണേ. ഇനി നെക്സ്റ്റ് ബാക്കി നമുക്ക് കുറച്ചുകൂടി പഠിച്ചിട്ട് നിർത്താം. എന്നിട്ട് നെക്സ്റ്റ്
അവരുടെ സാംസ്കാരിക സമന്വയവും കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. എന്നിട്ട് വിജയനഗരത്തെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ആക്സിലറേറ്റർ ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. ട്രേഡ് എന്ന് പറഞ്ഞാൽ കച്ചവടം, അർബനൈസേഷൻ മീൻസ് നഗരവൽക്കരണം. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, ഇവരുടെ കാർഷിക രംഗത്തുണ്ടായ ഉൽപ്പാദനത്തിലെ വർധനവ് അവരുടെ ട്രേഡിനെ, കച്ചവടത്തെയും അർബനൈസേഷൻ നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. എന്താണ് നഗരവൽക്കരണം എന്ന് പറഞ്ഞാൽ? ഒരുപാട് സൗകര്യങ്ങൾ നഗരത്തിൽ വരുമ്പോൾ നഗരം വിപുലമാകാൻ തുടങ്ങും അല്ലേ? അതായത് ജനങ്ങൾ കൂടുതലായിട്ട് തൊഴിലിന് വേണ്ടി നഗരങ്ങളിൽ തിങ്ങിപ്പാർക്കാൻ തുടങ്ങും, ഒരുപാട് തൊഴിലുകളിൽ ഏർപ്പെടും. നമ്മളെ ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളുടെ പ്രത്യേകതയും അത് തന്നെയാണ്, തൊഴിലവസരങ്ങൾ കൂടുതലാണ്. അപ്പോൾ നഗരവൽക്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിത രീതി അല്പം മെച്ചപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഗുജറാത്ത് വാസ് ദി ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. അങ്ങനെ ഫോറിൻ ഗുഡ്സ്, വിദേശ സാധനങ്ങളുടെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവയുടെ പ്രവേശന കവാടം, ഗേറ്റ് വേ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഗുജറാത്ത് ആയിരുന്നു. ദി മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വെയർ ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ്. ആ സമയത്തുള്ള പ്രധാനപ്പെട്ട കച്ചവട ഐറ്റംസ് എന്തൊക്കെയായിരുന്നു എക്സ്പോർട്ട് ചെയ്തിരുന്നത്, കയറ്റുമതി ചെയ്തിരുന്നത്? ഗുജറാത്തിൽ അതുവഴി കയറ്റുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽസ്, അതുപോലെ മസ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു പട്ട് ആണ്, പട്ട് ഐറ്റം, മസ്ലിൻ പട്ട്. പിന്നെന്താണ്? ഷുഗർ, പഞ്ചസാര, അരി, ഇവയായിരുന്നു പ്രധാനമായും എക്സ്പോർട്ട് ചെയ്തിരുന്നത്, കയറ്റുമതി ചെയ്തിരുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ വാട്ടർ പ്രോഗ്രസ് മീൻസ് ജലഗതാഗതം, വാട്ടർ ട്രാൻസ്പോർട്ട്, വാട്ടർ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പുരോഗതിയാണ്, വാട്ടർ ട്രാൻസ്പോർട്ടാണ് ഇവിടുത്തെ വേർഡ്. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ്. അപ്പോൾ ഈ ജലഗതാഗതം, നമ്മൾ ജലത്തിലൂടെയുള്ള യാത്രയെയാണ് നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അല്ലേ? അത് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്, ഈ കാലഘട്ടത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. ഇനി ദി മേജർ സിറ്റീസ് ഓഫ് ദിസ് പീരിയഡ് വെയർ ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര എറ്റ്സെട്ര. ഏതൊക്കെയാണ് ആ സമയത്തുള്ള പ്രധാന നഗരങ്ങളായിരുന്നു? ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് നമുക്കവിടെ മുഗൾ ഭരണകാലത്തിലുള്ള നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളൊരു പട്ടിക പൂർത്തിയാക്കാനാണ്. ഫൈൻഡ് ഔട്ട് ദി കൺട്രീസ് ഇൻ വിച്ച് ദീസ് മുഗൾ സിറ്റീസ് ആർ ലൊക്കേറ്റഡ് നൗ. ഇപ്പോൾ എവിടെയാണെന്നാണ്, ആ നഗരങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നാണ്. അവിടെ മുഗൾ സിറ്റീസ് ഫസ്റ്റ് കോളത്തിൽ, രണ്ടാമത്തേതിൽ പ്രസൻറ്റ് കൺട്രീസ്. പ്രസൻറ്റ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ രാജ്യം എവിടെയാണെന്നാണത്. ഫസ്റ്റ് ധാക്ക അവിടെ കൊടുത്തിട്ടുണ്ട്, ബംഗ്ലാദേശിലാണ്. മുർഷിദാബാദ് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണല്ലേ, വെസ്റ്റ് ബംഗാളിലാണ് മുർഷിദാബാദ്. അത് കഴിഞ്ഞിട്ട് ലാഹോർ എവിടെയാണ്? പാകിസ്ഥാനിലാണ്, ഇന്നത്തെ പാകിസ്ഥാനിലാണ്. നെക്സ്റ്റ് സൂറത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്, ഇന്ത്യയിലെ ഗുജറാത്തിലാണ് സൂറത്ത് സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആഗ്രയും നമ്മുടെ ഇന്ത്യയിലാണ്, ഉത്തർപ്രദേശിൽ. അപ്പോൾ മുഗൾ സിറ്റീസ് എന്നുള്ളതിൽ ധാക്ക, ഇപ്പുറത്ത് പ്രസൻറ്റ് കൺട്രീസ് ബംഗ്ലാദേശ്, മുർഷിദാബാദ് ഇന്ത്യ, ലാഹോർ പാകിസ്ഥാൻ, സൂററ്റ് ഇന്ത്യ, ആഗ്ര ഇന്ത്യ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ മീൻസ് സമന്വയം. എന്താണ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ സാംസ്കാരിക സമന്വയം എന്നതുകൊണ്ട് നോക്കാം. അവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു പുസ്തകത്തിൻ്റെ പുറമേയുള്ള പേജ് ഉണ്ടല്ലോ, പുറം ചട്ട, അതാണ് കൊടുത്തേക്കുന്നത്. നോക്കാം. ഒരു എക്സെപ്റ്റ് ഫ്രം ദി ബുക്ക്, ഏത് ബുക്കിൻ്റെയാണ്? റസ്നാമ എന്നുള്ള. ഹാവ് യു നോട്ടീസ്ഡ് ദി പിക്ചർ? ദിസ് ഈസ് ദി ഫ്രണ്ട് കവർ ഓഫ് ദി മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ഇൻ പേർഷ്യൻ ഡ്യൂറിങ് ദി മുഗൾ എറ. മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറം ചട്ടയാണ് അവിടെ കൊടുത്തിരിക്കുന്ന ആ ചിത്രം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ധാരാഷുക്കോ, ദി സൺ ഓഫ് ദി മുഗൾ റൂളർ ഷാജഹാൻ. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകനായിട്ടുള്ള ധാരാഷുക്കോയാണ് എന്ത് ചെയ്തത്? മഹാഭാരതത്തെ പേർഷ്യൻ
ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്തത്. മനസ്സിലായല്ലോ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി മുഗൾസ് ബ്ലെൻഡിങ് വിത്ത് ദി ഇന്ത്യൻ കൾച്ചർ. ഇതിൽ നിന്ന് നമുക്ക് ആ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ സംസ്കാരവുമായിട്ട് മുഗൾ വംശജർ എത്രത്തോളം ബ്ലെൻഡ് ചെയ്തിരുന്നു, കൂടിച്ചേർന്നിരുന്നു എന്നുള്ളതിന് ഉദാഹരണമാണിത്. സച്ച് ബ്ലെൻഡിങ് ഓഫ് കൾച്ചർ ടുക്ക് പ്ലേസ് ഇൻ മെനി റീജിയൻസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇവരുടെ സാംസ്കാരികമായിട്ടുള്ള കൂടിച്ചേരലുകൾ നമ്മൾ പല മേഖലയിലും കാണാനായിട്ട് സാധിക്കും. ലെറ്റസ് ഹാവ് എ ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ് ഓഫ് സച്ച് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ. അങ്ങനെയുള്ള ചില സാംസ്കാരിക സമന്വയങ്ങൾക്ക് ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കണ്ടത് എന്തായിരുന്നു? അവിടെ തന്നിട്ടുള്ളൊരു ഇമേജ്, ആ ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതത്തിൻ്റെ പുറമേയുള്ള പുറംചട്ടയാണ്. അത് മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതിൻ്റെ ഇതാണ് കാണിക്കുന്നത്. വിവർത്തനം ചെയ്യുന്നത് അന്നത്തെ മുഗൾ രാജാവായിരുന്ന ഷാജഹാൻ്റെ മകനായിട്ടുള്ള ദാരാ ഷിക്കോയാണ്. അപ്പോൾ അവർ അന്നത്തെ നമ്മുടെ ഇന്ത്യൻ സാംസ്കാരിക മേഖലയുമായിട്ട് എത്രത്തോളം മുഗളന്മാർ കൂടിച്ചേർന്നിരുന്നു, ഇഴുകിച്ചേർന്നിരുന്നു എന്നുള്ള ഒരു ഉദാഹരണമാണിത്. അതുപോലെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി അവർ നമുക്ക് ചരിത്രം കാണിച്ചു തരുന്നുണ്ട്. നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ദി താജ് മഹൽ, ആഗ്ര ഫോർട്ട് ആൻഡ് റെഡ് ഫോർട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ദി ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് ദി പേർഷ്യൻ സ്റ്റൈൽ ബ്രോട്ട് ഹിയർ ബൈ ദി മുഗൾസ്. താജ് മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട, റെഡ് ഫോർട്ട് മീൻസ് ചുവന്ന കോട്ട, ചെങ്കോട്ട, ഇതെല്ലാം എന്തിനുദാഹരണമാണ്? നമ്മുടെ രാജ്യത്തിൻ്റെയും ഇന്ത്യയുടെയും മുഗളന്മാർ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെയും ഒരു ഇൻ്റഗ്രേഷന്, സമന്വയത്തിനുള്ള ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ്? താജ്മഹൽ, ആഗ്ര ഫോർട്ട്, ആഗ്ര കോട്ട, അതുപോലെ തന്നെ റെഡ് ഫോർട്ട്. നോക്കാം. ദി താജ്മഹൽ, ആഗ്ര ഫോർട്ട് ആൻഡ് റെഡ് ഫോർട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ദി ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് ദി പേർഷ്യൻ സ്റ്റൈൽ ബ്രോട്ട് ഹിയർ ബൈ ദി മുഗൾസ്. Urdu, a new language, was also formed by the fusion of Persian and Hindi languages during this period. ഈ കാലഘട്ടത്തിൽ ഹിന്ദി അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായിട്ടുള്ള ഉറുദു രൂപപ്പെട്ടു. അപ്പോൾ ഏതൊക്കെ ഭാഷകൾ ചേർന്നിട്ടുള്ളതാണ്? പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്നിട്ടുള്ള പുതിയൊരു ലാംഗ്വേജ് ആയിട്ടുള്ള ഉറുദു ആ കാലഘട്ടത്താണ് രൂപപ്പെട്ടത്. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സിന്തസിസ്. അപ്പോൾ ഈ സമന്വയത്തിൻ്റെ ഭാഗമായിട്ട്, കൂടിച്ചേരലിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദുസ്ഥാനി സംഗീതവും ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം ഏത് കാലഘട്ടത്തിലാണ് വന്നത്? മുഗൾ പീരീഡിലാണ്. ക്ലിയർ ആയല്ലോ. ഇനി അവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഏതിൻ്റെയാണ്? താജ്മഹലിൻ്റെ അല്ലേ? അടിപൊളി, നല്ല മനോഹരമായിട്ടുള്ളൊരു ചിത്രം. താജ്മഹലിൻ്റെ, ഷാജഹാൻ പണി കഴിപ്പിച്ച താജ്മഹൽ. അതുപോലെ തന്നെ ആഗ്ര ഫോർട്ട് കണ്ടോ? എത്ര മനോഹരമാണല്ലേ. ദി മുഗൾ എറ വിറ്റ്നസ്ഡ് സിമിലർ ടൈപ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ്. അങ്ങനെ മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിൻ്റെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്ന ഈ ചിത്രങ്ങൾ. താജ്മഹൽ ആയിക്കോട്ടെ, ആഗ്ര കോട്ട ആയിക്കോട്ടെ. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത് എന്ത് പഠിക്കുകയാണ്? വിജയനഗര റൂൾ, വിജയനഗര ഭരണത്തെക്കുറിച്ച് തൊട്ടടുത്ത ദിവസം നമ്മൾ പഠിക്കും. അപ്പോൾ അതുകൂടി ആകുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോന്നോ? ക്ലാസ് കേൾക്കുന്നവർ അല്ലെങ്കിൽ പഠിക്കുന്നവർ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോയെന്നോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു അധ്യയന വർഷം, ഈ വർഷം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണും. താങ്ക് യു. ഇതിൻ്റെ പാർട്ട് 3 നമ്മൾ ഉടനെ തന്നെ കാണുന്നതാണ്. ഓക്കെ. താങ്ക് യു.